ഓക്കെ, ഹലോ. എല്ലാവർക്കും AVS അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ പ്രിയ സിവിൽ സ്റ്റഡീസ് സർക്കിളിലേക്ക് സ്വാഗതം. ഞാൻ സച്ചിൻ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട്. നമ്മൾ 2014 മുതൽ 2024 വരെയുള്ള UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതും സബ്ജക്ട് വൈസ്, ഓരോ സബ്ജക്ട്, അതായത് പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, അങ്ങനെ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയാണ് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാറ്. ഉണ്ടെങ്കിൽ ഞാനായിരിക്കും, അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫ് ആയിരിക്കും അവിടെ എടുക്കും. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. വേറെ UPSCയുടെ തന്നെ മറ്റ് സബ്ജക്ട് വൈസുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ ഫൗണ്ടേഷൻ ബാച്ച്, അതായത് +2 ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി പഠിക്കുന്നവർക്കുള്ള UPSCയുടെ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ശനി ഞായറൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാം, സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ എവിടെ എത്തി? നിങ്ങൾക്കറിയാം, 2014 പൊളിറ്റി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ 2015, 16, 17 കഴിഞ്ഞ് 18 കഴിഞ്ഞ് നമ്മൾ 19 എത്തി. 2019 നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ. ഏകദേശം 18ഓളം ക്വസ്റ്റ്യൻസ് ഈ 2019 ഉണ്ട്. അപ്പൊ എല്ലാം ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നില്ല. ഏകദേശം ഒരു 10-12 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാം. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ എന്റെ പെൻ ടാബ് ഇപ്പോഴും ശരിയായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം മൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The 44th Amendment of the Constitution to the Constitution of India introduced an article placing the election of the Prime Minister beyond judicial review. Supreme Court of India struck down the 99th Amendment to the Constitution of India as being violative of the independence of judiciary. Which of the statement given above is are correct? ഏതാണ് ശരിയുത്തരം എന്നാ ചോദിച്ചത്. അറിയോ നിങ്ങൾക്ക്? 1 only ആണോ, 2 only ആണോ, both 1 and 2 ആണോ, neither 1 or 2 ആണോ? ഓക്കെ. എന്താണ് ഇവിടെ പറഞ്ഞെന്താണ്? പ്രൈം മിനിസ്റ്ററിന്റെ എലക്ഷൻ ജുഡീഷ്യൽ റിവ്യൂവിന്റെ ബിയോണ്ട്, അതായത് പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, അതായത് വൈസ് പ്രസിഡന്റ്, ഇവരുടെയൊക്കെ എലക്ഷൻ എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ, അതായത് കോടതികൾക്ക് സ്ക്രൂട്ടിനി ചെയ്യാൻ പറ്റില്ല, അതായത് കോടതികൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്ട് കൊണ്ടുവന്നു, ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അത് ഏത് അമെന്റ്മെന്റ് ആണെന്നാണ് ചോദ്യം. 44 ആണോ? 44 അല്ല, അത് തെറ്റാണ്. ഏതാണ്? ഏത് അമെന്റ്മെന്റ് ആണ്? 39th ആണ്. ഓക്കെ. 39th അമെന്റ്മെന്റ് ആണ്. 39th അമെന്റ്മെന്റ് ആണ് എന്ത്? എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് സ്പീക്കർ ഓഫ് ലോക്സഭ എന്താണ്? ജുഡീഷ്യൽ റിവ്യൂവിന്റെ ബിയോണ്ട് കൊണ്ടാക്കിയത്. അതായത് കോടതികൾക്കും സുപ്രീം കോടതിക്കൊന്നും ഇതിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം അല്ലെങ്കിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അത് എപ്പോഴാ കൊണ്ടുവന്ന അറിയോ? വർഷം 1975. ഈ വർഷത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് നാഷണൽ എമർജൻസി കൊണ്ടുവന്ന വർഷമാണ്. അല്ല, ആദ്യമായിട്ടല്ല, നാഷണൽ എമർജൻസി പാസ് ചെയ്ത വർഷമാണ് 1975 അല്ലെ, ഇന്ദിരാഗാന്ധി ഗവൺമെന്റ്. അപ്പൊ ആ ഒരു സമയത്ത് അവർ ഇറക്കിയ ഒരു അമെന്റ്മെന്റ് ആണ് 39th അമെന്റ്മെന്റ്. അതായത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിന്റെയും ഇലക്ഷൻ ആരാണ്? കോടതികൾക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. ഓക്കെ. ഈ അമെന്റ്മെന്റ് പിന്നീട് കേശവാനന്ദ ഭാരതി കേസ് കേട്ടുന്ന ഒരു UPSC സ്റ്റുഡന്റിനെ പറ്റി വെച്ച് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കേസാണത്. ആ ഒരു കേസ് പ്രകാരം എന്ത് ചെയ്തു? ഈ ഒരു അമെന്റ്മെന്റ് പിന്നീട് സ്ട്രക്ക് ചെയ്ത് കളയാൻ ചെയ്തത്. സുപ്രീം കോടതി ഈ അമെന്റ്മെന്റ് കളഞ്ഞു. ഓക്കെ, റിമൂവ് ചെയ്തു. ഓക്കെ. എന്നാലും എപ്പോഴാണ് ഈ ഒരു അമെന്റ്മെന്റ് കൊണ്ട്? ഏത് അമെന്റ്മെന്റിലാണ്? 39 ആണ്, 44 അല്ല. ഓക്കെ. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ struck down the 99th amendment to the Constitution of India as being violative of the independence of judiciary. എന്തായിരുന്നു 99th amendment? ഈ 99th amendment പ്രകാരം ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഞാൻ ഈ മൗസ് കൊണ്ട് എഴുതുന്നോണ്ട് ഈ അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് എഴുതാം. നാഷണൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവോ? നാഷണൽ ജുഡീഷ്യൽ തൽക്കാലം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോ.
നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ. ഓക്കെ, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്തുകൊണ്ടുവന്നു? 99th അമെന്റ്മെന്റ് പ്രകാരം ഗവൺമെന്റ് കൊണ്ടുവന്നു. അതെന്തിനാണ്? ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു കമ്മീഷൻ ആയിരുന്നു അത്. നമ്മളിപ്പോ സാധാരണ എന്താ എങ്ങനെയാണ് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഒരു കൊളീജിയം സിസ്റ്റം പ്രകാരമാണ് അല്ലെ? കൊളീജിയൻ സിസ്റ്റം, അതായത് എന്താ, ജഡ്ജസ് തന്നെയാണ് ഒരു കൊളീജിയം ഉണ്ടാക്കി അവർ തന്നെയാണ് ജഡ്ജസിനെ സെലക്ട് ചെയ്യുന്നത്. കൊളീജിയം സിസ്റ്റം ആണുള്ളത്. എന്നാൽ അതിന് പകരമായിട്ട് ഈ 99th അമെന്റ്മെന്റ് പ്രകാരം നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ കൊണ്ടുവന്നു. എന്നാൽ ഇതെന്താ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിനെ വയലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത്, സുപ്രീം കോടതി ഇത് അങ്ങോട്ട് സ്റ്റക്ക് ചെയ്ത് കളഞ്ഞു. ഈ 99th അമെന്റ്മെന്റ് സ്റ്റക്ക് ഡൗൺ ചെയ്തു, അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്ത് ചെയ്തു? സുപ്രീം കോടതി അങ്ങനെ സ്ട്രക്ക് ചെയ്ത് കളഞ്ഞു, ഇത് വേണ്ടാന്ന് പറഞ്ഞ് റിമൂവ് ചെയ്തു, ഇത് ശരിയല്ല. അത് 2015 എന്ത്, NJAC അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ട് സ്ട്രക്ക് ഡൗൺ ചെയ്തത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ഓൺലി. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെക്കുക, 99th അമെന്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു കമ്മീഷൻ ഫോം ചെയ്തു. അത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത്, സുപ്രീം കോടതി അതിനെ സ്ട്രക്ക് ഡൗൺ ചെയ്തു. അപ്പൊ 2015. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. The motion to impeach a judge of the Supreme Court of India cannot be rejected by the Speaker of the Lok Sabha as per the Judges Inquiry Act 1968. The Constitution of India defines and gives details or what constitutes incapacity and proved misbehavior of the judges of the Supreme Court of India. The details of the process of impeachment of the judges of Supreme Court of India are given in the the Judges Inquiry Act 1968. In the Judges Inquiry Act 1968. If the motion for the impeachment of a judge is taken up for voting, the law requires the motion to be backed up by each house of the parliament and supported by majority of total membership of that house by not less than 2/3 of the total members of that house present and voting. ഒറ്റ വായനയിൽ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ശരിക്കും വായിക്കുക. ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചത്. എന്താണ്? ജഡ്ജസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് ഉണ്ടാവില്ലേ, അവരുടെ റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇംപീച്ച് ജഡ്ജ് എന്ന് പറഞ്ഞാൽ അത് റിമൂവ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ശരി ഉത്തരം? എപ്പോഴാണ് ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യുക? ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് പ്രൂവൻ മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് ആൻഡ് ഗീവ് ഡീറ്റെയിൽസ് ഓർ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഇൻകപ്പാസിറ്റി ആൻഡ് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓഫ് ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. റിമൂവ് ചെയ്യുക ഈ രണ്ട് കാരണത്തിലാണ്, ഇൻകപ്പാസിറ്റി കാരണവും പ്രൂവ്ഡ് മിസ്ബിഹേവിയർ കാരണമാണ് റിമൂവ് ചെയ്യുക. എന്നാൽ ഇവിടെ നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ? ഇല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡെഫിനേഷൻ ഒരു ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം ഇത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് ആൻഡ് ഗീവ് ഡീറ്റെയിൽസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പൊ അത് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഒന്നാമത്തെ നോക്കിയേ. The motion to impeach a judge of the Supreme Court of India cannot be rejected by Speaker. അതായത് ഒരു ജഡ്ജിനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടി ഒരു മോഷൻ കൊണ്ടുവന്നു നമ്മുടെ പാർലമെന്റിൽ. അത് സ്പീക്കർ റിജക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ശരിയാണോ? അതറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്താണ് ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് അറിയണം അല്ലെ? എന്താണ് ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയർ? അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഇത് നോക്കാം. തേർഡ് ഓപ്ഷൻ നോക്കാം. ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെന്റ് ഓഫ് ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആർ ഗിവൺ ഇൻ ദ ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1968. ജഡ്ജസിനെ റിമൂവ് ചെയ്യാനുള്ള അതിന്റെ എന്താ ആ പ്രോസസ്സ് ഈ ഒരു ആക്ടിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആണോ? ശരിയാണോ? അത് ശരിയാണ്. ഓപ്ഷൻ 3 ശരിയാണ്, 2 തെറ്റാണ്. ഇനി നമുക്ക് പ്രൊസീജിയർ നോക്കാം, എങ്ങനെയാണോ ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് 1ഉം 4ഉം ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മുടെ ജഡ്ജസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം എന്ത് വേണം? ആദ്യം ഒരു സിമ്പിൾ പ്രൊസീജിയർ ഒന്നല്ല, നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ് ഒരു ജഡ്ജസിനെ ഇംപീച്ച് ചെയ്യുക, പുറത്താക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ആദ്യം എന്താ വേണ്ടെന്ന് ഒരു മോഷൻ പാസ് ചെയ്യണം. അതിന് മോഷൻ കൊണ്ടുവരണം. ജഡ്ജിനെ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു മോഷൻ എന്താണ് പാർലമെന്റിൽ കൊണ്ടുവരണം. അത് ലോകസഭയിലാണെങ്കിൽ ആ മോഷനിൽ മിനിമം 100 പേര് സൈൻ ചെയ്തിട്ടുണ്ടാവണം. മിനിമം 100 പേര് ലോകസഭയിലാണെങ്കിൽ ആ മോഷനിൽ സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി രാജ്യസഭയിലാണെങ്കിലോ മിനിമം 50 പേര് എന്ത് വേണം?
ആ മോഷനിൽ സൈൻ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ആ മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ. ഓക്കെ, അതാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, ലോക്സഭയിലാണെങ്കിൽ ആദ്യം 100 പേര് സൈൻ ചെയ്യണം, രാജ്യസഭയിലാണെങ്കിൽ മിനിമം 50 പേരെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സ്പീക്കർ എന്താ? സ്പീക്കറിന് ഒരു പവർ ഉണ്ട്. എന്ത് വേണം? അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ മോഷൻ അഡ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ഒന്നുകിൽ അഡ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് അപ്പൊ തന്നെ തള്ളിക്കളയാം. ഇത് ഇനി വേണ്ട, അങ്ങനത്തെ മോഷനെ വേണ്ടെന്നുണ്ട് അപ്പൊ തന്നെ തള്ളിക്കളയാം. അപ്പൊ എന്താ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, കനോട്ട് ബി റിജക്റ്റഡ് ബൈ സ്പീക്കർ എന്നാ പറഞ്ഞത്. ശരിയാണോ? ഒരിക്കലല്ല. സ്പീക്കറിന് വേണമെങ്കിൽ റിജക്ട് ചെയ്യാം, സ്പീക്കറിന് അലൗവും ചെയ്യാം, റിജക്റ്റും ചെയ്യാം, സ്പീക്കറിന്റെ ഇഷ്ടം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, 1 ഉം 2 ഉം പോയി, 1, 3 and 4 പോയി. ഇനിയിപ്പോ ഓപ്ഷൻ 3 ഓൺലി ആണോ 3 and 4 ആണോ എന്ന് അറിയണം. നോക്കാം, നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ ചെയ്തു? ആദ്യം മോഷൻ സൈൻ ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം സ്പീക്കർ തീരുമാനിച്ചു അഡ്മിറ്റ് ചെയ്യണോ റിഫ്യൂസ് ചെയ്യണോ എന്ന്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്പീക്കർ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യാം? ഒരു 3 മെമ്പർ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യും. ഒരു 3 മെമ്പറുള്ള ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി. അതായത് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ജഡ്ജിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യും. ആരെ അപ്പോയിന്റ് ചെയ്യും? സ്പീക്കർ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, ആ കമ്മിറ്റിയിൽ ആരൊക്കെ വേണം? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വേണം, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വേണം, ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ആയ ജൂറിസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഈ 3 മെമ്പർ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും? ഒന്നെങ്കിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജഡ്ജോ, അതല്ലെങ്കിൽ എന്താ ഹൈക്കോടതിയിലെ കൂടെ പിന്നെ ആരാ? ഹൈക്കോടതിയിലെ ജഡ്ജ്, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും ഏതെങ്കിലും ഹൈക്കോടതിയിലെ. പിന്നെ ഏതെങ്കിലും ഡിസ്റ്റിങ്വിഷ്ഡ് ആയ ജൂറിസ്റ്റ് ഉണ്ടാവും. ഇവര് 3 പേരാണെന്ത്? ആ മെമ്പർ. അവരെന്ത് സ്റ്റഡി ചെയ്യും? ഈ ജഡ്ജിനെതിരെ ചാർജസ് ഒക്കെ ശരിയാണോ തെറ്റാണോ. ഇനി ഇവര് സ്റ്റഡി ചെയ്തിട്ട് കണ്ടുപിടിച്ച് വിചാരിച്ചു, അതായത് ഈ ജഡ്ജിനെതിരെ പറഞ്ഞിട്ടുള്ള ഈ പ്രൂവ്ഡ് മിസ്ബിഹേവിയറും ഇൻകപ്പാസിറ്റിയും ഒക്കെ ശരിയാണെന്ന് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാം? പിന്നെ എന്ത് ചെയ്യും? അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ്, ഇതിനെന്താ? ഹൗസിൽ പാസ്സാക്കണം. ഈ ഇംപീച്ച്മെന്റ് മോഷൻ ഹൗസിൽ പാസ്സാക്കണം. എങ്ങനെയാ പാസ്സാക്കുക? സ്പെഷ്യൽ മെജോറിറ്റി വേണം. എങ്ങനത്തെ സ്പെഷ്യൽ മെജോറിറ്റി? പല ടൈപ്പ് സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട്. ഇവിടെ വേണ്ട സ്പെഷ്യൽ മെജോറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? 2 കാര്യങ്ങൾ വേണം, 2 മെജോറിറ്റി കൂടെ വേണം. എന്താ? ഒന്ന്, ആ മൊത്തം ഹൗസിന്റെ ടോട്ടൽ മെമ്പർഷിപ്പ് ഉണ്ടല്ലോ, ആ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ പകുതി, അതായത് മെജോറിറ്റി വേണം. അതായത് ഇപ്പൊ 545 പേരാണ് ലോകസഭയിലുള്ളതെങ്കിൽ അവരുടെ മെജോറിറ്റി എന്ന് പറയുമ്പോൾ എത്രയാണ്? അതിന്റെ പകുതിയല്ല, എത്ര? ഏകദേശം 273 ആയിരിക്കും അതിന്റെ പകുതിയുടെ ഒന്ന്, അല്ലെ? അപ്പം 273, അതായത് ടോട്ടൽ മെമ്പർഷിപ്പിന്റെ പകുതി, അതായത് പ്ലസ് ആണ്, ആ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ മെജോറിറ്റി വേണം. അത് മാത്രം ഉണ്ടായാൽ പോരാ. എന്താണ്? ആ ഹൗസിലെ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ഉണ്ടല്ലോ, പ്രസന്റ് ആൻഡ് വോട്ടിംഗ് മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താ പ്രസന്റ് ആൻഡ് വോട്ടിംഗ്? അതായത് ഇപ്പൊ ഒരു 500 പേരാണുള്ളതെങ്കിൽ അത് 400 പേരെ പ്രസന്റ് ആയിട്ടുള്ളൂ. ആ 400 പേരിൽ 300 പേരെ വോട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ 300ന്റെ മെജോറിറ്റി എത്രയാ? 300ന്റെ മെജോറിറ്റി പറയുമ്പോൾ 150 + 1 151. അതാണ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് പറയുന്നത്. ഇവിടെ എന്താണ്? ഈ പ്രസന്റ് ആൻഡ് വോട്ടിങ്ങിന്റെ 2/3 മെമ്പേഴ്സെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടാവണം. അതായത് ഇപ്പൊ രണ്ട് കണ്ടീഷൻ എന്തൊക്കെയാണ്? ടോട്ടൽ ഹൗസിന്റെ ടോട്ടൽ മെമ്പേഴ്സിന്റെ മെജോറിറ്റിയും വേണം, പ്രസന്റ് ആൻഡ് വോട്ടിങ്ങിന്റെ 2/3 വേണം. ഓക്കെ, ഇത്രയും പേര് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്താണ് ആ മോഷൻ ആ സ്പെഷ്യൽ മെജോറിറ്റി കിട്ടുള്ളൂ, അവർ പാസ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിയാൽ എങ്ങനെയാണ്? നമുക്കൊന്നുകൂടെ മൊത്തം സ്റ്റെപ്പ് പറയാം. ആദ്യം എന്താണ്? ആദ്യം ഒരു റിമൂവൽ മോഷൻ കൊണ്ടുവരണം, അല്ലെ? എങ്ങനെയാ കൊണ്ടുവരിക? ലോകസഭയിലാണെങ്കിൽ മിനിമം 100 പേര് സൈൻ ചെയ്തിട്ടുണ്ടാവണം, രാജ്യസഭയിലാണെങ്കിൽ മിനിമം 50 പേര്. ഓക്കെ, ഇനി സ്പീക്കർ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സ്പീക്കറുടെ റോളാണ്. സ്പീക്കറിന് വേണമെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പൊ തന്നെ റിജക്ട് ചെയ്യാം. ഇനി സ്പീക്കർ അഡ്മിറ്റ് ചെയ്ത എന്താ? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഒരു 3 മെമ്പർ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യും. അവരെന്ത് ചെയ്യും? ഇതിനെ ഈ ചാർജസിനെ പറ്റി പഠിക്കും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇനി ഇവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇവർ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് കണ്ടുപിടിച്ചാൽ, അതായത് മിസ്ബിഹേവിയറും ഒക്കെ ഗിൽറ്റി ഒക്കെ എന്താണ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം? ഈ ഹൗസ് ഈ മോഷനായിട്ട് കാര്യമായിട്ട് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വോട്ടിനിടും, അല്ലെ? വോട്ടിനിടുമ്പോൾ എങ്ങനെയാ പാസ്സാവുക? സ്പെഷ്യൽ മെജോറിറ്റി വേണം. എന്താ എങ്ങനത്തെ സ്പെഷ്യൽ മെജോറിറ്റിയാണ് വേണ്ടത്? ഹൗസിന്റെ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ മെജോറിറ്റി വേണം, മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസും വേണം. എന്താണ്? മെജോറിറ്റി നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ഹൗസ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അതായത് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് 2/3 വേണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 500 മെമ്പേഴ്സിൽ 400 പേരെ പ്രസന്റ് ആയിട്ടുള്ളൂ, അതിൽ 300 പേരെ വോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ 300ന്റെ 2/3. ഓക്കെ, ആ 2/3 പേരെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ സ്പെഷ്യൽ മെജോറിറ്റി കിട്ടിയാൽ മാത്രമേ ഇത് ഇംപീച്ച്മെന്റ് മോഷൻ നടക്കുള്ളൂ.
ഓക്കെ, അപ്പൊ ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ട് ഒരു ജഡ്ജിനെ പുറത്താക്കാൻ, ഇത്രയും കഷ്ടപ്പാടുണ്ട്. സിമ്പിൾ ആയിട്ട് നടക്കുന്ന കാര്യമല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതുവരെ നമ്മുടെ രാജ്യത്ത് ഇന്ന് വരെ എന്താണ് ഒരു ജഡ്ജ് പോലും എന്താണ് ഇംപീച്ച്ഡ് ആയിട്ടില്ല. ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജ് പോലും ഇന്ന് വരെ ഇംപീച്ച്ഡ് ആയിട്ടില്ല. കാരണം നിങ്ങൾക്ക് അറിയാം, കണ്ടോ ഇത്രയും വലിയ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത്രയും പ്രൊസീജിയേഴ്സ് പാസ് ചെയ്ത് ഇതുവരെ ഒരു ജഡ്ജ് എന്താണ് ഇംപീച്ച് ആയിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കിട്ടോ, ഇവിടെ വോട്ടിംഗ് പാസ് ചെയ്ത് സ്പെഷ്യൽ മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, പ്രസിഡന്റ് ഓർഡർ പാസ് ചെയ്താൽ മാത്രം മതി. പക്ഷെ ഇന്ന് വരെ എന്താണ് ഒരു ജഡ്ജും ഇംപീച്ച് ആയിട്ടില്ല. ഇതിനു മുന്നേ ജസ്റ്റിസ് വി രാമസ്വാമിയുടെയും, അതായത് 2017 ദീപക് മിശ്രയുടെ ഒക്കെ ഇംപീച്ച്മെന്റ് മോഷൻ വന്നപ്പോൾ എന്തായി, അത് പാർലമെന്റിൽ ഡിഫീറ്റ് ആവാ ചെയ്യപ്പെട്ടത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് എന്താ ചോദിക്കേ, if the motion for the impeachment of a judge is taken up for voting, the law requires the motion to be backed by each of the house of the parliament and supported by a majority of total membership of the house. Majority of total membership of house വേണം. എന്ത് വേണം, പിന്നെ എന്താ, by not less than 2/3 of the total members of house present and voting. ടോട്ടൽ മെമ്പർഷിപ്പ് ഹൗസിന്റെ മെജോറിറ്റി വേണം, പ്രസന്റ് ആൻഡ് വോട്ടിങ്ങിന് 2/3 വേണം. ആ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ആ മോഷൻ പാസ് ആവുള്ളൂ. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ 3 and 4 ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു, ശരിക്കും പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 9th ഷെഡ്യൂൾ വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ്. 9th ഷെഡ്യൂൾ, എത്ര ഷെഡ്യൂൾ നമുക്ക് ടോട്ടല് 12 ഷെഡ്യൂൾ ആണുള്ളത്. ഈ 12 ഷെഡ്യൂൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാണ്. അത് പഠിക്കാനുള്ള എളുപ്പ മെത്തേഡ്, ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്, ഇയേഴ്സ് ഓഫ് ഓൾഡ് പി എന്നുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ ക്ലാസ്സുകളിൽ. നിങ്ങൾ ശ്രദ്ധിക്കുക, പഠിക്കുക. ഓക്കെ, ഇയേഴ്സ് ഓഫ് ഓൾഡ് പി എന്നുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി 9th ഷെഡ്യൂൾ എന്താണ്? ഓക്കെ, 9th ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ അത് പണ്ട് ലാൻഡ് റിഫോമിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ഷെഡ്യൂളാണ്. അതായത് ആ ഷെഡ്യൂളിൽ ഏതെങ്കിലും ലോ കൊണ്ട് പാർലമെന്റ് ഇട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഉണ്ടാക്കിയ ഷെഡ്യൂളാണ് 9th ഷെഡ്യൂൾ. അതിപ്പോ അങ്ങനെയല്ല. അതിനുശേഷം സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു, എന്താ 9th ഷെഡ്യൂൾ നിങ്ങൾക്ക് കൊണ്ടിടാം ലോ, അതിനൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഞങ്ങൾ എന്ത് ചെയ്യും, ജുഡീഷ്യൽ റിവ്യൂവിന്റെ പുറത്തല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തോ 9th ഷെഡ്യൂൾ ഇത് ആളുടെ ടൈമിലാണ്. 9th ഷെഡ്യൂൾ എപ്പോഴാണ് വന്നത്? സിമ്പിൾ ആണ്, നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ അമെന്റ്മെന്റ്, ഫസ്റ്റ് അമെന്റ്മെന്റ് പ്രകാരം വന്നതാണ് 9th ഷെഡ്യൂൾ. ഫസ്റ്റ് അമെന്റ്മെന്റ് എപ്പോഴാണ്? 1951 ആദ്യത്തെ അമെന്റ്മെന്റ്. ആദ്യത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ് 9th ഷെഡ്യൂൾ വന്നത്. ആ സമയത്ത് ആരാണ് പ്രൈം മിനിസ്റ്റർ? വൺ ആൻഡ് ഓൺലി ജവഹർലാൽ നെഹ്റു. 1951 മുതൽ 1964 വരെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ സമയത്താണ് 9th ഷെഡ്യൂൾ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഓർത്ത് വെക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. ദ പാർലമെന്റ് പ്രിവെൻഷൻ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ ആക്ട് 1959 exempts several posts from disqualification on the grounds of office of profit. The above mentioned act was amended 5 times. The term office of profit is well defined in the Constitution of India. ഇതിൽ ഏതാണ് ശരി? എന്താണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്? ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അത് ഈ നമ്മുടെ MLA മാരും MP മാരും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത ടേം ആണ്. അതായത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഫിനാൻഷ്യൽ ഗെയിനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്ന, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് വേണം, എന്തെങ്കിലും ഫിനാൻഷ്യൽ ഗെയിൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്ന പൊസിഷൻസ് ഉണ്ടല്ലോ, ആ പൊസിഷൻസിനെയാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയാം. അതിപ്പോ നമ്മുടെ MP മാരാവാം, MLA മാരാവാം, അവർക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഗെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ബെനിഫിറ്റുകളൊക്കെ കിട്ടുന്ന ഏതെങ്കിലും പോസ്റ്റ് എന്ത് പറയും, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയും. ഓക്കെ, നോക്കാം. ദ ടേം ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഇസ് വെൽ ഡിഫൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് വലിയ തെറ്റാണ്. ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന ടേം അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതുവരെ വലിയ ഡിഫൈൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അത് ഓർത്തേക്ക്. ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന ടേം എന്താ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വെൽ ഡിഫൈൻഡ് അല്ല. അപ്പൊ അത് തെറ്റാണ്. ഓപ്ഷൻ 3 തെറ്റാണ്. ഓപ്ഷൻ 3 തെറ്റാവുമ്പോൾ എന്തായി, ഇവിടെ നോക്കിയേ, ഇത് തെറ്റി, ഇത് തെറ്റി, ഇതൊക്കെ പോയി. അപ്പൊ നമുക്ക് ആൻസർ ഇവിടെ ഇപ്പൊ തന്നെ കിട്ടി, 1 and 2 ഓൺലി എന്നുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസിൽ തന്നെ ആൻസർ കണ്ടെത്താൻ നോക്കുക. ഇവിടെ ഇപ്പൊ തേർഡ് തെറ്റാന്ന് മനസ്സിലായപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലേ. എന്നാൽ നമുക്ക് നോക്കാം. ദ പാർലമെന്റ് പ്രിവെൻഷൻ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ ആക്ട് 1959 exempts several posts from disqualification on the grounds of office of profit. MP മാര് MLA മാരൊക്കെ വേണമെങ്കിൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റിന്റെ പേര് ഡിസ്ക്വാളിഫൈ വരെ ചെയ്യാം. എന്നാൽ ചില കേസിൽ എന്താണ്, ഡിസ്ക്വാളിഫൈ ആവില്ല ചില പോസ്റ്റുകൾ. ഏതൊക്കെ പോസ്റ്റാ?
അത് നമ്മുടെ വൈസ് ചാൻസലേഴ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഓഫീസേഴ്സ് ഇൻ നാഷണൽ കാഡറ്റ് കോർപ്സ്, ടെറിട്ടോറിയൽ ആർമി, ഇവർക്കൊന്നും എന്താണ് ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അങ്ങനെ ബാധകമല്ല, ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെന്താ ഈ ഒരു മുകളിൽ പറഞ്ഞ ആക്ട്, ഈ ഒരു പാർലമെന്റ് പ്രിവെൻഷൻ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ ആക്ട് എത്ര തവണ അമെന്റ് ചെയ്തിട്ടുണ്ട്? 5 ടൈംസ് അമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, ഇതും ശരിയാണ്. 5 ടൈംസ് എന്ന് പറയുമ്പോൾ 1960, 1992, 1993, 2006, 2013. ഓക്കെ, അപ്പൊ 1ഉം 2ഉം ശരിയാണ്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താണ്, നമുക്ക് ഈ ഒരു ഒറ്റ സെന്റൻസ് അറിയാമെങ്കിൽ, അതായത് ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഇസ് വെൽ ഡിഫൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ എന്താ, നമുക്ക് മൊത്തം ആൻസർ കിട്ടും അല്ലേ? 3 തെറ്റാന്ന് അറിയുമ്പോൾ എന്താ, 3 ഇവിടെ ഒക്കെ ക്യാൻസൽ ആയി. ഇവിടെ 3 ആൻസർ എല്ലാം തെറ്റിപ്പോയി. അപ്പൊ എന്താ, നമുക്ക് ബാക്കി 2 സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഫോർത്തിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. അപ്പൊ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ആൻസർ അറിയില്ലെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റെങ്കിലും അറിയെങ്കിൽ ബാക്കി ഓപ്ഷൻ കട്ട് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ can the transfer of tribal land to private parties for mining be declared null and void? ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ ഇപ്പോൾ ഓൾറെഡി ആയല്ലേ? നോക്കിയേ, 2019 അണ്ടർ വിച്ച് ഷെഡ്യൂൾ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ട്രൈബൽ ലാൻഡ്. ട്രൈബൽ ലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഷെഡ്യൂൾ ഏതാണെന്ന് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞു 12 ഷെഡ്യൂൾ ഉണ്ട്. ഈ 12 ഷെഡ്യൂളിൽ ട്രൈബലുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂൾസ് ഏതൊക്കെയാണ്? 5ാമത്തെ ഷെഡ്യൂളും 6ാമത്തെ ഷെഡ്യൂളും ആണ് അല്ലെ? ഇവിടെ ഓപ്ഷൻ എവിടെ? 5th ഷെഡ്യൂൾ, അതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, ട്രൈബൽ ലാൻഡ് എന്താണ്? ട്രൈബൽ ലാൻഡിൽ അങ്ങനെ പ്രൈവറ്റ് പാർട്ടീസ് ഒന്നും എന്താ കയറി ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ അവിടുത്തെ ലാൻഡ് മൈൻ ചെയ്യാനോ ഒന്നും പറ്റില്ല. അതിനൊക്കെ വേറെ തന്നെ ലോ ആണ്. അതായത് നമ്മുടെ മറ്റ് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ലോ ആയിരിക്കില്ല ട്രൈബൽ ലാൻഡിലുള്ളത്, പ്രത്യേകിച്ച് 5th ഷെഡ്യൂളിലും 6th ഷെഡ്യൂളിലുള്ള സ്ഥലങ്ങൾ. എന്താണ് 5th ഉം 6th ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 6th ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയ ഇൻ ദ സ്റ്റേറ്റ്, ഏതൊക്കെ സ്റ്റേറ്റാ? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഈ നോർത്ത് ഈസ്റ്റിൽ ഈ 4 സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രൈബൽ ഏരിയയായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് 6ാമത്തെ ഷെഡ്യൂൾ. ഈ 4 സ്റ്റേറ്റ് ഒഴിച്ചുള്ള മറ്റെല്ലാ രാജ്യത്തിന്റെ മറ്റു മുക്കിലും മൂലയിലൊക്കെ ഉള്ള ബാക്കി എല്ലാ ട്രൈബലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയാണ്? 5ാമത്തെ ഷെഡ്യൂളിലാണ്. ഓക്കെ, ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അതായത് ഞാൻ പറഞ്ഞ ഈ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഈ 4 സ്റ്റേറ്റിന്റെ കാര്യം മാത്രം 6ാമത്തെ ഷെഡ്യൂളും, ആ 4 സ്റ്റേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റിലെയും ട്രൈബൽ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഏരിയാസും ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ കേസുകൾ എവിടെയാണ്? 5th ഷെഡ്യൂളിലാണ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക. ബാക്കി 3ാമത്തെ ഷെഡ്യൂൾ എന്താണ്? 3ാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഓത്ത് ആൻഡ് അഫർമേഷൻ ആണ്. ഓത്തുമായിട്ട്, അതായത് എന്താ സത്യപ്രതിജ്ഞ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട 3ാമത്തെ ഷെഡ്യൂൾ. 9th ഷെഡ്യൂൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു ലാൻഡ് റിഫോമുമായിട്ട് ബന്ധപ്പെട്ടത്. 12th എന്താണ്? 11th 12th എന്താണ്? 11th പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, 12th മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ആ 12 കാണാതെ പഠിക്കുക, വിട്ടുപോകരുത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്, പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്. എന്താണ്? നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഉണ്ടല്ലോ, അതിൽ തന്നെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആണ് എന്ത്? പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്. ഷെഡ്യൂൾഡ് ട്രൈബിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്ത ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. PVTGs reside in 18 states and 1 union territories. നമ്മുടെ രാജ്യത്ത് 18 സ്റ്റേറ്റുകളിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലുമായിട്ട് എന്താ പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ടെന്നാ പറയുന്നത്. A stagnant or declining population is one of the criteria for determining PVTG status. സ്റ്റാഗ്നന്റ് എന്ന് പറയുമ്പോൾ എന്താ? അതായത് പോപ്പുലേഷന്റെ ഗ്രോത്ത് ഇല്ല, അല്ലെങ്കിൽ എന്താ ഡിക്ലൈൻ, പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ എണ്ണം അങ്ങനെ കുറഞ്ഞു വരും ആ ഗ്രൂപ്പിന്റെ. ഓക്കെ, അതായത് എന്താ ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ എന്താ PVTG സ്റ്റാറ്റസ് കൊടുക്കാമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? There are 95 PVTGs officially notified in the country so far. അടുത്തെന്താണ്? ഇരുളർ and Kondareddy tribes are included in the list of PVTGs. ഇത് ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്? കണ്ടുപിടിക്കേണ്ട above, which of the above are correct എന്നാണ്. ഏതാ അറിയാം നിങ്ങൾക്ക് ആൻസർ? നോക്കിയേ, ഇത് ഈ PVTG എന്ന് പറഞ്ഞൊരു കാറ്റഗറി കൺസിഡർ ചെയ്തത് നമ്മുടെ 4th 5-year പ്ലാനിലാണ്. ഓക്കെ, 4ാമത്തെ
ഫോർത്ത് 5-year പ്ലാനിലാണ് എന്ത് ഈ ഒരു പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, ഇനി ഈ ചില ഈ ഷെഡ്യൂൾ ട്രൈബിനെ പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? ഒന്ന്, പ്രീ അഗ്രികൾച്ചർ ലെവൽ ടെക്നോളജി ആയിരിക്കണം. അതായത് പ്രീ അഗ്രികൾച്ചർ ലെവൽ, അതായത് എന്താ നമ്മുടെ ഇപ്പോഴത്തെ അഗ്രികൾച്ചർ സാധനം ഉണ്ട്, അതിന്റെ മുന്നത്തെ ടെക്നോളജി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാധാ പഴയ അഗ്രികൾച്ചർ ടെക്നോളജി ഉണ്ടാവല്ലോ, അതിനേക്കാളും മുന്നത്തെ എന്താ അഗ്രികൾച്ചർ പ്രീ അഗ്രികൾച്ചർ ലെവൽ ടെക്നോളജി ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അത്രയും പഴയ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ലോ ലെവൽ ഓഫ് ലിറ്ററസി. ലിറ്ററസി എന്തായിരിക്കണം? വളരെ ലോ ആയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? മൂന്നാമത്തെ എന്താണ്? എക്കണോമിക് ബാക്ക്വേർഡ്നെസ്. എക്കണോമിക്കിൽ എന്തായിരിക്കണം? വളരെ ബാക്ക്വേർഡ് ആയിരിക്കണം. ഇനി നാലാമത്തെ എന്താണ്? എ ഡിക്ലൈനിങ് ഓർ സ്റ്റാഗ്നന്റ് പോപ്പുലേഷൻ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ 2 ശരിയാണ്. എന്താണ്? PVTG സ്റ്റാറ്റസിനുള്ള ഒരു ക്രൈറ്റീരിയ ആണ് എന്ത്? ഡിക്ലൈനിങ് ഓർ സ്റ്റാഗ്നന്റ് പോപ്പുലേഷൻ. ഞാൻ പറഞ്ഞു, പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ട് വരുന്ന അവസ്ഥ, അവിടെ ആളുകളുടെ എണ്ണം കുറയുന്ന അവസ്ഥ. ബാക്കിയുള്ള എന്തൊക്കെയാണ്? പ്രീ അഗ്രികൾച്ചർ ലെവൽ ടെക്നോളജി, ലോ ലെവൽ ഓഫ് ലിറ്ററസി, എക്കണോമിക് ബാക്ക്വേർഡ്നെസ്. അതും സ്റ്റാഗ്നന്റ് ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആണ് എന്ത്? ഇതിന്റെ ഫീച്ചേഴ്സ് അല്ലെ, ഇവിടെ ക്രൈറ്റീരിയ. ഓക്കെ, PVTG സ്റ്റാറ്റസ് കിട്ടാനുള്ള. അപ്പൊ ഓപ്ഷൻ 1 ശരിയാണ്. ഇനി ഓപ്ഷൻ 1 ശരിയാണോ തെറ്റാണോ? അതും ശരിയാണ്. നമ്മുടെ രാജ്യത്തെ 18ഓളം സ്റ്റേറ്റുകളിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലും എന്താണ്? PVTGs ഉണ്ട്. അതായത് പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട്. ഒരു യൂണിയൻ ടെറിട്ടറി ഏതാ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ? ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ഓക്കെ, 18 സ്റ്റേറ്റുകളിലും ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലും എന്താണ്? റെക്കഗ്നൈസ് ചെയ്തുള്ള PVTGs ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഇരുളർ ആൻഡ് കൊണ്ട റെഡ്ഡി ട്രൈബ്സ് ആർ ഇൻക്ലൂഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് PVTGs. ശരിയാണോ? ഇതും ശരിയാണ്. ഇരുളർ എവിടെയാണ്? തമിഴ്നാടുവിലെ ഒരു PVTG ആണ് ഇരുളർ. കൊണ്ട റെഡ്ഡി എന്താണ്? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, തെലങ്കാനത്തെയാണ്. ഓക്കെ, തെലങ്കാനത്തെ ട്രൈബൽ ഗ്രൂപ്പാണ്. അപ്പൊ രണ്ടും എന്താണ്? PVTG സ്റ്റാറ്റസ് ഉള്ള ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ അതും ശരിയാണ്. ഇനി മൂന്നാമത്തെ, ഇത് തെറ്റാണ്. കാരണം 95 അല്ല, എന്താണ്? 75 ആണ്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് 75 ട്രൈബൽ ഗ്രൂപ്പ് ആണുള്ളത്. എന്ത്? പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് ആയിട്ട്. ഓക്കെ, 95 അല്ല, 75 ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. എന്താണ്? 1, 2, 4 ആണ് ശരി. 1, 2, 4 ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചേ. വിത്ത് റെഫറൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, prohibition or limitations or provisions contained in any or in ordinary laws cannot act as prohibitions or limitations of the constitutional powers under Article 142. ആർട്ടിക്കിൾ 142 ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അത് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഈ ആർട്ടിക്കിൾ 142 ഒക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ട ഏത് സ്ഥലത്ത് വരുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ എന്താണ്? സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. 142, 143 ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഈ ചോദ്യം അങ്ങോട്ട് നോക്കിയേ. പ്രൊഹിബിഷൻ ഓർ ലിമിറ്റേഷൻ ഓഫ് പ്രൊവിഷൻസ് കണ്ടെയ്ൻ ഓർഡിനറി ലോസ് കനോട്ട് ആക്ട് ആസ് എ പ്രൊഹിബിഷൻ ഓർ ലിമിറ്റേഷൻ. അതായത് നമ്മുടെ സാധാ നിയമങ്ങളിൽ ഒരുപാട് എന്താ ലിമിറ്റേഷൻസും പ്രൊഹിബിഷനും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാനൊക്കെ ഉള്ള ലിമിറ്റേഷൻസും പ്രൊഹിബിഷൻസും ഒക്കെ നമ്മുടെ സാധാ ലോയിൽ ഉണ്ടാവും അല്ലെ? അതെന്താണ്? ഏതോ ഒന്നിനെ ബാധിക്കുന്നില്ല, ഏതോ ബാധിക്കില്ല. എന്താ ഓർഡിനറി ലോയിലുള്ള പ്രൊഹിബിഷനും ലിമിറ്റേഷൻ ഒന്നും എന്താ ഏതോ ഒന്നിനെ ബാധിക്കില്ല. അത് ഏതാണെന്നാണ് ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. The decision taken by Election Commission of India while discharging its duties cannot be challenged in any court of law. Supreme Court of India is not constrained in the exercise of its powers by the laws made by Parliament. In the event of grave financial crisis in the country, the President of India can declare financial emergency without the counsel from the cabinet. State legislature cannot make laws on certain matters without the concurrence of union legislature. ഇതിൽ ഏതാണ് ആർട്ടിക്കിൾ 142 പറയുന്നത്? സിമ്പിൾ ആണ്. എന്താ? സുപ്രീം കോടതി അല്ലേ? അതായത് നമ്മുടെ സുപ്രീം കോടതി എന്താണ്? നമ്മുടെ സാധാ ഓർഡിനറി നിയമത്തിലുള്ള പ്രൊവിഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഒന്നും എന്താണ് സുപ്രീം കോടതിനെ ബാധിക്കില്ല അല്ലെ? സുപ്രീം കോടതിക്ക് എന്താണ്? ഇന്ത്യൻ നിയമങ്ങളൊന്നും പേടിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും അല്ലെ? അത് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി എന്താ ഏത് മാറ്റർ എങ്ങനെ വേണമെങ്കിലും സുപ്രീം കോടതിക്ക് അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് സാധാ ഓർഡിനറി നിയമങ്ങളിലെ ലിമിറ്റേഷൻസ് പ്രൊഹിബിഷൻസ് ഒന്നും എന്താ സുപ്രീം കോടതിനെ ബാധിക്കില്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ,
ക്ലിയർ അല്ലേ? ആർട്ടിക്കിൾ 142 എന്ന് പറയുമ്പോൾ തന്നെ ചിലർക്ക് പലർക്കും ആൻസർ കിട്ടും സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ആ ഒരു ഏരിയ ആർട്ടിക്കിൾ ഒക്കെ സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ടാണ്. എന്താണ് ആർട്ടിക്കിൾ 143? എന്താണ്? സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ അല്ലേ? എല്ലാം അറിയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. വിത്ത് റെഫറൻസ് ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ദ ഗവർണർ മേക്സ് എ കസ്റ്റമറി അഡ്രസ് ടു മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് at the commencement of the first session of the year. When a state legislature does not have a rule on a particular matter, it follows the Lok Sabha rule on that matter. The governor makes a customary address to members of the house at the commencement of the first session of the year. അതായത് ഒരു വർഷത്തെ ഫസ്റ്റ് സെഷനിൽ എന്താണ് ഗവർണർ ഒരു കസ്റ്റമറി അഡ്രസ് മേക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ഗവൺമെന്റ് മെമ്പേഴ്സ് ഓഫ് ദ ഹൗസിനെ അഡ്രസ് ചെയ്യുമോ? ശരിയാണ്. ഒരു വർഷത്തെ ഫസ്റ്റ് സെഷനിൽ എന്താണ് ഗവർണർ കസ്റ്റമറി അഡ്രസ് മേക്സ് എ കസ്റ്റമറി അഡ്രസ് ടു മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ്. ശരിയാണ്. ഈ രണ്ടാമത്തെ ഓപ്ഷൻ, അത് നിങ്ങളിപ്പോൾ പല നോക്കുവാണെങ്കിൽ പല സ്ഥലത്ത് നിങ്ങൾക്ക് പല ആൻസർ കിട്ടും. ഒരുപാട് ഡിബേറ്റ് വന്നൊരു ചോദ്യമാണ്. നിങ്ങൾ പല വെബ്സൈറ്റ് ഒക്കെ കയറി വെച്ചാൽ നിങ്ങൾക്ക് പല ആൻസർ ആയിരിക്കും കിട്ടുക. ഇതിന് ശരി ഉത്തരം ഇത് തെറ്റാണ്. ഓപ്ഷൻ 2 തെറ്റാണ്. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഡസ് നോട്ട് ഹാവ് എ റൂൾ ഓൺ എ പെർട്ടിക്കുലർ മാറ്റർ. അങ്ങനെ പെർട്ടിക്കുലർ മാറ്റർ റൂൾ ഇല്ലെങ്കിൽ അതെന്താ, അത് നോർമലി ഉള്ള സ്റ്റേറ്റിന്റെ ഏതെങ്കിലും പ്രൊസീജിയർ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ സ്വന്തമായ റൂൾ ഉണ്ടാക്കും. അതാണ് ചെയ്യാറ്. അല്ലാതെ ലോകസഭ റൂൾ ഫോളോ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മൊത്തമായി ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 മാത്രമാണ് ശരി ഉത്തരം. ഓക്കെ, പെർട്ടിക്കുലർ മാറ്ററിൽ ഇപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് റൂൾ ഇല്ലെങ്കിൽ എന്താണ്, ഒന്നെങ്കിൽ അവർ വേറെ റൂൾ ഉണ്ടാക്കും, സ്റ്റേറ്റ് തന്നെ റൂൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സ്റ്റേറ്റിന്റെ തന്നെ ലെജിസ്ലേച്ചറിന് തന്നെ എന്തെങ്കിലും റൂൾ പ്രൊസീജിയർ ഫോളോ ചെയ്യും. ഓക്കെ, അല്ലാതെ ലോകസഭയുടെ റൂൾ എവിടെയും ഫോളോ ചെയ്യാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ റൂൾ ഉണ്ടാക്കും. എന്താണ് ലോകസഭയുടെ റൂൾ എന്താ, അതും പരിഗണിക്കും, അത് കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവർ റൂൾ ഉണ്ടാക്കുക. അത്രേ ഉള്ളൂ. അല്ലാതെ ലോകസഭ റൂൾ ഫോളോ ചെയ്യുന്നൊന്നുമില്ല. ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് പെർ റീസെന്റ് അമെന്റ്മെന്റ് ടു ദ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, ഒരു കറണ്ട് അഫയേഴ്സ്, ആ സമയത്ത് ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. 2018 അങ്ങനെ തോന്നുന്ന ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. As per recent amendment to the Indian Forest Act 1927, forest dwellers have the right to fell the bamboos grown on forest areas. As per the Scheduled Tribes and other traditional forest dwellers, Recognition of Forest Right Act 2006, bamboo is a minor forest produce. The Scheduled Tribes and other traditional forest dwellers Act 2006 allows ownership of minor forest produce to forest dwellers. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഓക്കെ, കറണ്ട് അഫയേഴ്സ്, ആ സമയത്ത് കറണ്ട് അഫയേഴ്സ് ഉള്ളവർക്ക് അറിയാം ഇത് തെറ്റാണ്. എന്താണ് ഇവിടെ തെറ്റെന്താണ്? ആസ് പെർ റീസെന്റ് അമെന്റ്മെന്റ് ഓഫ് ദ ഫോറസ്റ്റ് ടു ദ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ഫെൽ ദ ബാംബൂസ് ഗ്രോൺ ഓൺ ഫോറസ്റ്റ് ഏരിയാസ് എന്നല്ല, എന്താണ് നോൺ ഫോറസ്റ്റ് ഏരിയാസ് എന്നാണ്. നോൺ, ഓക്കെ, നോൺ ഫോറസ്റ്റ് ഏരിയാസ് എന്നാണ്. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഫോറസ്റ്റ് ഏരിയ അല്ല. ആ അമെന്റ്മെന്റ് പ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്താണ്, പെർമിറ്റ്സ് ഫില്ലിംഗ് ആൻഡ് ട്രാൻസിറ്റ് ഓഫ് ബാംബു ഗ്രോൺ ഇൻ നോൺ ഫോറസ്റ്റ് ഏരിയ എന്നാണ്. ഓക്കെ, അമെന്റ്മെന്റ് 2018 അമെന്റ്മെന്റ് ആണ്. അപ്പൊ ആ സമയത്ത് കറണ്ട് അഫയേഴ്സ് നോക്കിയുള്ളവർക്ക് അറിയായിരിക്കും. പിന്നെ അടുത്ത, ആസ് പെർ ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആക്ട് 2006, ബാംബു ഈസ് എ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ശരിയാണ്. 2006 ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആക്ട് പ്രകാരം ബാംബു മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ശരിയാണ്. ഓക്കെ, ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആക്ട് 2006 അലോസ് ഓണർഷിപ്പ് ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ടു ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്. അതും ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ 2 and 3 ആണ് റൈറ്റ്. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സേഫ് ഗാർഡ്സ് വൺസ് റൈറ്റ് ടു മാരി ദ പേഴ്സൺ ഓഫ് വൺസ് ചോയ്സ്? നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാനുള്ള റൈറ്റ്, അത് ഏതിലാണ് പറഞ്ഞിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത്?
റൈറ്റ് ടു മാരി ദ പേഴ്സൺ ഓഫ് വൺസ് ചോയ്സ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ആളെ കല്യാണം കഴിക്കാനുള്ള റൈറ്റ്. അത് എവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ആർട്ടിക്കിളാണ് പറഞ്ഞുള്ളത്? വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്താണ്? റൈറ്റ് ടു ലൈഫ്. റൈറ്റ് ടു ലൈഫ് ആണ് ആർട്ടിക്കിൾ 21. അതിനുള്ളിൽ തന്നെ എന്താ ഒരുപാട് കാറ്റഗറീസ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സബ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. എന്തൊക്കെയാ? റൈറ്റ് ടു ഹെൽത്ത്, റൈറ്റ് ടു ക്ലീൻ എൻവയൺമെന്റ്, റൈറ്റ് അഗേൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ്, റൈറ്റ് ടു പ്രൈവസി. അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഒന്നാണ് എന്ത്? റൈറ്റ് ടു മാരി ദ പേഴ്സൺ ഓഫ് വൺസ് ചോയ്സ്. അപ്പൊ അത് ആർട്ടിക്കിൾ 21 വരുന്ന എന്നാണ് എന്ത്? റൈറ്റ് ടു മാരി. ഓക്കെ, ആർട്ടിക്കിൾ 21 എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, റൈറ്റ് ടു ലൈഫ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ വരുന്നതാണ് എന്ത്? അതിനകത്തുള്ള വരുന്നതാണ് റൈറ്റ് ടു മാരി. വേറെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്, അതിലൊന്നാണ് റൈറ്റ് ടു മാരി. ബാക്കി ആർട്ടിക്കിൾ 19, 25, 29 നിങ്ങൾക്ക് അറിയായിരിക്കും, എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. 19 എന്താണ്? റൈറ്റ് ടു ഫ്രീഡം, അല്ലെ? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്. ഓക്കെ, റൈറ്റ്. ആർട്ടിക്കിൾ 25 എന്താണ്? റിലീജിയസ് ഫ്രീഡമായിട്ട് ബന്ധപ്പെട്ടാണ്. ആർട്ടിക്കിൾ 29 എന്താണ്? മൈനോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, according to the Indian Patent Act, a biological process to create a seed can be patented in India. ശരിയാണോ? In India, there is no intellectual property appellate board. Plant varieties are not eligible to be patented in India. ഇതിൽ ഏതാണ് ശരി ഉത്തരം? ഓക്കെ, ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ? നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇൻ ഇന്ത്യ ദർ ഇസ് നോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡ്. അത് തെറ്റാണ്. കാരണം നമുക്ക് എന്താ, നമ്മുടെ രാജ്യത്ത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡ് ഉണ്ട്. അത് എപ്പോഴാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? 2003 ഓക്കെ, എന്തിനാണ് കൊണ്ടുവന്നത്? പല പ്രശ്നങ്ങൾ ഉണ്ടാവല്ലോ, ഈ അതൊക്കെ റിസോൾവ് ചെയ്യാനും അപ്പീൽസ് എടുക്കാനൊക്കെയാണ് എന്താ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡ് കൊണ്ടുവന്നത് 2003. പല ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള പല അപ്പീൽസും റിസോൾവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡ്. അപ്പൊ അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബിയും പോയി, ഡിയും പോയി, അല്ലേ? അപ്പൊ 3 എന്തായാലും ശരിയാണ്, നമുക്ക് ഉറപ്പായി. കാരണം ഇനി ബാക്കിയുള്ള എയിലും സിയിലും എന്താ 3 ഉണ്ട്. അപ്പൊ 3 എന്തായാലും ശരിയാണ്, നമുക്ക് ഇവിടെ തന്നെ മനസ്സിലായി. പ്ലാന്റ് വെറൈറ്റീസ് ആർ നോട്ട് എലിജിബിൾ ടു ബി പാറ്റന്റഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അങ്ങനെ പ്ലാന്റ് വെറൈറ്റീസ് എലിജിബിൾ ആണെന്ന് പറയുന്ന ഒരു ലോയും നമ്മുടെ രാജ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പ്ലാന്റ്സിനെ പേറ്റന്റ് ചെയ്യാനുള്ള ഒരു ലോയും നമ്മുടെ രാജ്യത്തില്ല. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ പേറ്റന്റ് ആക്ട്, എ ബയോളജിക്കൽ പ്രോസസ് ടു ക്രിയേറ്റ് എ സീഡ് ക്യാൻ ബി പേറ്റന്റഡ് ഇൻ ഇന്ത്യ. ശരിയാണോ? ശരിയാണോ? ബയോളജിക്കൽ പ്രോസസ് ടു ക്രിയേറ്റ് എ സീഡ് ക്യാൻ ബി പേറ്റന്റഡ് ഇൻ ഇന്ത്യ. ശരിയാണോ? ശരിയല്ല, അത് തെറ്റാണ്. അങ്ങനെ ഒരു സീഡ് ഉണ്ടാക്കാനുള്ള ബയോളജിക്കൽ പ്രോസസ് നമ്മുടെ രാജ്യത്ത് എന്താ പേറ്റന്റ് ചെയ്യാൻ പറ്റില്ല. പ്ലാന്റുകള്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസം, സീഡ്സ്, വെറൈറ്റീസ് ഓഫ് സ്പീഷീസ്, ബയോളജിക്കൽ പ്രോസസ്, പ്രൊപ്പഗേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഇതൊന്നും എന്താ നമ്മുടെ രാജ്യത്ത് പേറ്റന്റ് ചെയ്യാനുള്ള അധികാരമില്ല. ഓക്കെ, അപ്പൊ ആൻസർ അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ഓൺലി 3 മാത്രമാണ് ശരി ഉത്തരം. ഓപ്ഷൻ സി. നമുക്ക് ഈ ഒരു ക്വസ്റ്റനോട് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, which one of the following suggested that the governor should be an eminent person from outside the state and should be detached figure without intense political links or should not have taken part in politics in recent past? ഗവർണറിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരാന്നാ ചോദിച്ചത്. എന്താ പറഞ്ഞത്? ഷുഡ് ബി എൻ എമിനന്റ് പേഴ്സൺ ഫ്രം ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്. അതായത് ഇപ്പൊ കേരളത്തിന്റെ ഗവർണർ ആവണമെങ്കിൽ ആ വ്യക്തി ഈ കേരളക്കാരനാവരുത്, വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലെ വ്യക്തി ആയിരിക്കണം. അതായത് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആയിരിക്കണം. ആൻഡ് ഷുഡ് ബി എ ഡിറ്റാച്ച്ഡ് ഫിഗർ വിത്തൗട്ട് ഇന്റൻസ് പൊളിറ്റിക്കൽ ലിങ്ക്സ്. അതായത് പൊളിറ്റിക്കൽ വർക്ക് നടത്താൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിന്റെ ആളൊന്നും ആയിരിക്കരുത്. ഓക്കെ, ഷുഡ് നോട്ട് ഹാവ് ടേക്ക് പാർട്ട് ഇൻ പൊളിറ്റിക്സ് ഇൻ റീസെന്റ് പാസ്റ്റ്. ഈ അടുത്തൊന്നും പൊളിറ്റിക്സിൽ പങ്കെടുക്കാത്ത വ്യക്തിയായിരിക്കണം. ഇത് പറഞ്ഞിരിക്കുന്ന ആരാണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു എന്താ കമ്മീഷൻസ് ഒക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഈ എല്ലാ കമ്മീഷനും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? സോറി, സെന്റർ സ്റ്റേറ്റ്, സെന്റർ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത്?
ഈ എല്ലാ കമ്മിറ്റീസും ഓർത്ത് വയ്ക്കുക. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റീസ് ആണ് അതൊക്കെ. രാജമന്നാർ കമ്മിറ്റി, സക്രിയ കമ്മീഷൻ, ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ. ഓക്കെ, ഈ രാജമന്നാർ കമ്മീഷനൊക്കെ തമിഴ്നാട്ടിൽ വന്നതാണ്. ഇതിൽ ഏതാണ് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്? ഓപ്ഷൻ സി ആണ് സക്രിയ. ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് സക്രിയ കമ്മീഷനാണ്. എപ്പോഴാണ്? 1983. ഓക്കെ, സക്രിയ കമ്മീഷൻ. രാജമന്നാർ കമ്മീഷൻ ഞാൻ പറഞ്ഞു എന്താണ്? അത് ഒരു കമ്മിറ്റിയാണ്, തമിഴ്നാട് ഗവൺമെന്റ് വന്നതാണ്. പിന്നെ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ അത് 1976 മൊറാജി ദേശായിന്റെ അണ്ടറിൽ വന്നതാണ്. ഏകദേശം സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് MN വെങ്കടാചലയ്യ അദ്ദേഹം എന്താ ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മീഷൻ ആയിരുന്നത്, നാഷണൽ കമ്മീഷൻ ഓൺ ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത് സക്രിയ കമ്മീഷനാണ്. അതിലെല്ലാം ഒന്നും ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സക്രിയ കമ്മീഷൻ 1983. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇതുവരെ കേട്ടത് എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് UPSC ക്ലാസ്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ബാച്ചിന്റെ ക്ലാസ്സുകൾ, അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ നടക്കുന്നുണ്ട്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതിൽ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ എല്ലാ ക്ലാസ്സും ഇതിന്റെ ഈ PYQന്റെ ക്ലാസ്സുകൾ നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും, ബുധനാഴ്ചയും, വെള്ളിയാഴ്ചയും അപ്ലോഡ് ചെയ്യാം. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.